സതീശൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഗതി. സർക്കാരിന്റെ 4ാം വാർഷികം ബഹിഷ്കരിക്കുന്നുവെന്നും ആശമാരെ സർക്കാർ പരിഗണിക്കുന്നില്ല എന്നുമൊക്കെ ഘോരം പ്രസംഗിച്ച് നടക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സതീശൻ. പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ ഭരണമികവ് ഉയർത്താൻ സഹായിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ്. തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയും അഴിമതി തിരുത്തിയും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അഴിമതിയും തെറ്റുകളും ചെയ്യാതിരിക്കാൻ ഒക്കെ കാരണം പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ശക്തമായ പ്രതിപക്ഷമുള്ളത് തന്നെയാണ്. പക്ഷെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസുകാരും ഏതു കാര്യത്തിലും സർക്കാരിനെ വിമർശിക്കാനും കണ്ണടച്ച് തെറ്റാണെന്ന് സ്ഥാപിക്കുവാനും വേണ്ടി മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ ഹൈക്കമാൻഡ് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ വിലക്കിയതാണ്. ജനങ്ങൾക്കിടയിൽ ഭരണപക്ഷം എന്ത് ചെയ്താലും അതിനെ വിമർശിക്കുന്ന വിഭാഗമാണ് പ്രതിപക്ഷം എന്ന ധാരണ ഉണ്ടാക്കിയെടുക്കരുത് എന്ന് വ്യക്തമായി ഹൈക്കമാൻഡ് വരെ ഇവരെ താക്കീത് ചെയ്തിരുന്നു. ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഭരണകൂടത്തോളം തന്നെ പ്രാധാന്യമുള്ള വ്യക്തിയായി മാറേണ്ടതാണ്. ഇവിടെ സതീശൻ നനഞ്ഞ ഓലപ്പടക്ക പോലെയാണ്. തീ കണ്ടാൽ പൊട്ടുമെന്ന് തോന്നും, പക്ഷെ കാര്യം പറഞ്ഞു വരുമ്പോൾ ആകെ പുകഞ്ഞ് നനഞ്ഞ് അണഞ്ഞു പോകും. എന്ത് വാദഗതികൾ സതീശൻ നിരത്തിയാലും അതിന്റെ കടക്കൽ വെച്ച് വെട്ടാറാണ് പിണറായി പതിവ്. വിഴിഞ്ഞം കമ്മീഷൻ ചടങ്ങിലും പ്രതിപക്ഷ നേതാവ് പുറത്ത്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു കാര്യത്തിലും ഞാൻ പങ്കെടുക്കില്ല എന്ന് സതീശൻ. പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നോ എന്ന് പിണറായി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്നെ ക്ഷണിച്ചേ പറ്റൂ എന്ന് സതീശൻ. പിണറായി ആണെങ്കിൽ കേട്ട ഭാവവുമില്ല. അങ്ങനെ സതീശൻ പിന്നെയും ശശിയായി. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ക്ഷണമില്ല. വാർഷികാഘോഷം ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഒഴിവാക്കൽ. മെയ് 2-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. വിഴിഞ്ഞം കമ്മീഷനിങ് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമാണ് എന്നാണ് സർക്കാർ ഇതിന് നൽകുന്ന വിശദീകരണം. ഇതിന് പിന്നാലെയാണ് ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചത്. എന്നാൽ സ്ഥലം എംപിയായ ശശി തരൂരും MLA ആയ M. വിൻസെന്റിനും ക്ഷണമുണ്ട്. ഇരുവരും പങ്കെടുക്കുമെന്നാണ് വിവരം. അതാണ് ഏറ്റവും വലിയ തമാശ. ശശി തരൂർ തീർച്ചയായും പങ്കെടുക്കുമെന്ന കാര്യം ഉറപ്പായി. അത് സതീശനും കേരളത്തിലെ കോൺഗ്രസുകാർക്കും ഇട്ട് നല്ല കൊട്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂർ പങ്കെടുക്കാതിരുന്നത് വിഴിഞ്ഞം തീരദേശ നിവാസികളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായില്ല എന്ന കാരണത്താലായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി സർക്കാർ പരിഹരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ദിവ്യ എസ് അയ്യരെ കോൺഗ്രസുകാരെല്ലാം കൂടി പിണറായി അനുകൂലിയാക്കി കൊത്തി വലിച്ചതിനു ശേഷമുള്ള ഈ ചടങ്ങ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലക്കാരി എന്ന നിലയിൽ ദിവ്യയും പിണറായിയോടൊപ്പം ചടങ്ങുകളിൽ വളരെ സന്തോഷത്തോടുകൂടി അടുപ്പത്തോടുകൂടി പങ്കെടുക്കുന്ന പല വീഡിയോകളും ഫോട്ടോകളും ഇതിനോടകം തന്നെ പുറത്തു വരികയും ചെയ്തു. ഈ ചടങ്ങിന്റെ മുഖ്യ ആകർഷണം ദിവ്യ കൂടിയാണെന്നും പറയാതെ വയ്യ. ഇതൊക്കെ കൂടിയാകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർക്ക് നാണം കെടാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? വിഴിഞ്ഞത്ത് ആദ്യ കപ്പലെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവിന് ക്ഷണമുണ്ടായി. പിന്നീട് ട്രയൽ റൺ ഉദ്ഘാടനത്തിൽ നിന്നും വി.ഡി. സതീശനെ ഒഴിവാക്കിയിരുന്നു. കമ്മീഷനിങ് മുന്നോടിയായി മുഖ്യമന്ത്രി തുറമുഖത്ത് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. കുടുംബസമേതമാണ് മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് എത്തിയത്. ഇതിനെതിരെയും കോൺഗ്രസുകാർ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട്. തുറമുഖ വകുപ്പ് മന്ത്രി V.N. വാസവൻ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD ദിവ്യ എസ് അയ്യർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ഡിസംബർ മാസത്തോടുകൂടി തുറമുഖത്തിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കും. റെയിൽ, റോഡ് കണക്ടിവിറ്റി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാക്കി 2028ഓടെ തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനാണ് സർക്കാരിന്റെ ശ്രമം.